പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. രാവിലെ ബാല നേരത്തെ എഴുന്നേറ്റു. വിവാഹ വീടിൻ്റെ ആർഭാടമൊന്നുമില്ലെങ്കിൽ പോലും ആ വീടും പരിസരവും ആകെ ട്യൂബ് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പുറത്തെ സംസാരം കേട്ടുകൊണ്ട് അവൾ ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച കമലവും ജയാമ്മയും അമ്മയും കൂടിയിരുന്ന് ചായ കുടിച്ച് സംസാരിക്കുന്നതാണ്. അവളും അവരോടൊപ്പം ചെന്നിരുന്നു. ആഹാ, കല്യാണപ്പെണ്ണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റോ? കമലം അവളെ നോക്കി. നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം പണ്ട് മുതൽക്കേ ഉള്ളതാണ് ബാലയ്ക്ക്. എഴുന്നേറ്റപ്പോൾ പുറത്ത് സംസാരം കേട്ടു, അതാ ഞാനും കൂടി വന്നത്. അപ്പോഴേക്കും കമല ഒരു ഗ്ലാസ് ചൂട് ചായ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത് കുടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാം. നല്ല തണുപ്പുണ്ട്. മോള് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. അമ്മ ഒരു കലത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് പകർന്ന് കുളിമുറിയിൽ കൊണ്ടുവയ്ക്ക്. ബാക്കിയുള്ളത് ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും കുളിക്കട്ടെ. സുമ പറയുമ്പോൾ ചായ കുടിച്ച ഗ്ലാസ് താഴേക്ക് വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നതിനായി അകത്തേക്ക് പോകുമ്പോൾ ജയ അവൾ പോയ വഴിയെ എത്തി നോക്കിക്കൊണ്ട് സുമയുടെ നേർക്ക് തിരിഞ്ഞു. ആ ശ്രീധരേട്ടൻ എങ്ങാനും സമയത്തിന് വന്ന് വല്ല കശപിശയും ഉണ്ടാക്കുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട് സുമേ. കൊച്ചു കുറച്ച് സുമയ്ക്ക് കേൾക്കാൻ വേണ്ടി പാകത്തിന് അവർ പറയുമ്പോൾ, അങ്ങനെ അയാൾ വന്നാൽ ഇന്ന് അയാളുടെ അവസാനമായിരിക്കും. ആദിക്കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ ഹരി രണ്ടും കൽപ്പിച്ചാണ് ഇവനെ കയ്യിൽ കിട്ടിയാൽ ശരിയാക്കും. എത്രയെന്ന് വെച്ചാൽ ഇതേപോലുള്ള ആഭാസനെ വളരാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഇനി അവൻ എന്തെങ്കിലും ചെന്ന് പെട്ടാൽ ഇരിപ്പാണ്. അത്രയും ദേഷ്യമായിരുന്നു കമലത്തിൻ്റെ ശബ്ദത്തിൽ. ബാല കുളിക്കാനായി കുളിമുറിയിലേക്ക് പോകുന്ന സമയമായപ്പോഴേക്കും ആ സംസാരം അവിടെ അവസാനിച്ചു. അവൾ കുളിച്ചു മാറി ഇറങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ലക്ഷ്മിയും ഉണ്ണിക്കുട്ടനും കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നു. ബാലയുടെ വിവാഹത്തിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഇന്നവൾ പൊന്നുമംഗലത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രണ്ടു പേർക്കും വിഷമം തോന്നി. ഏറ്റവും സങ്കടം ലക്ഷ്മിക്കായിരുന്നു. ഒരുമിച്ച് സന്തോഷിക്കേണ്ട അവസരങ്ങളൊക്കെ ഇല്ലാതാക്കിയത് താൻ ഒരാൾ മാത്രമാണ്. തെറ്റുകൾ ഒക്കെ മനസ്സിലായപ്പോഴേക്കും ബാലേച്ചി തങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അകലത്തിലായി. ആലോചിച്ചിരുന്നവളുടെ കയ്യിലേക്ക് ചൂട് ചായ കൊണ്ടുകൊടുത്തു കമലം. ഇതും കുടിച്ചിട്ട് വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക്, പിന്നീട് ആലോചിക്കാം. നിങ്ങളൊക്കെ കുളിച്ചു മാറിയിട്ട് വേണം ഞങ്ങൾ വയസ്സായവർക്ക് കുളിക്കാൻ. നിങ്ങൾക്കൊക്കെ ഒരുങ്ങാൻ ഒരുപാട് സമയം ആവശ്യമാണ്. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. വലിയൊരു കാര്യം പറയുന്നത് പോലെ കമലം പറയുമ്പോൾ സുമയും ജയയും അത് ശരിവെച്ചു. ബാല കുളിച്ച് വേഷം മാറി അകത്തേക്ക് വന്നപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും പ്രായമായ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് പിന്നാലെ ആദിയും. ആദിയെ കണ്ടപ്പോൾ കമലവും ജയവും മുഖത്തോട് മുഖം നോക്കി. ഇതെന്താ കല്യാണ ചെറുക്കാൻ നേരം പരപരാന്ന് വിളക്കും മുമ്പ് പെണ്ണിൻ്റെ വീട്ടിൽ? ജയയാണ് അത് ചോദിച്ചത്. കമലത്തിന് ഇപ്പോഴും ആദിയോട് ഭയം കലർന്ന ബഹുമാനമാണ്. ജയയുടെ കളിയാക്കൽ തിരിച്ചറിഞ്ഞ ആദി അതേ പുഞ്ചിരിയോടുകൂടി തന്നെ അകത്തേക്ക് വന്നു. ഞാൻ ഇയാൾക്ക് ഒരു ബ്യൂട്ടീഷ്യനെയും കൊണ്ട് വന്നതാണ് പറഞ്ഞുകൊണ്ട് അവൻ തിണ്ണയിൽ കയറി ഇരിപ്പ് പിടിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അച്ചുവേട്ടാ, വെറുതെ എന്തിനാ? ബാല മുഖവും വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ സമ്മതിക്കാഞ്ഞിട്ടാ കൊച്ചേ. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ലക്ഷ്മിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ആദിയെ കണ്ടപ്പോൾ അവൾക്കും ചിരി വന്നു. അപ്പോഴേക്കും ആദി പോകാനായി എഴുന്നേറ്റു. ഇറങ്ങുന്നേരത്താണ് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി ബ്യൂട്ടീഷ്യൻ്റെ നേർക്ക് തിരിഞ്ഞു. കല്യാണപ്പെണ്ണിനും ഇവൾക്കും കൂടി വേണം ചേച്ചി മേക്കപ്പ്. ലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് ആദി അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. തൻ്റെ തെറ്റുകളൊക്കെ പുറത്ത് അനിയത്തിയായി കണ്ട് ചേർത്ത് പിടിക്കുന്ന ഏട്ടൻ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുന്നു. അമ്മയ്ക്കുടെ ഒരേ നിർബന്ധമാണ്. അതാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങി വന്നത്. ബാലയെ നോക്കി മൗനമായി യാത്ര പറഞ്ഞുകൊണ്ട് ആദി ഇറങ്ങി. പട്ടുസാരിയിലും ആഭരണങ്ങളിലും ഒരു ദേവതയെപ്പോലെ ബാല തിളങ്ങി നിന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കി നിൽക്കും. അത്രയും ഭംഗിയാണ് അവളെ കാണാൻ. അതേപോലെ തന്നെ ലക്ഷ്മിയും. സുമയും കമലവും ജയയും രണ്ടുപേരെയും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. എൻ്റെ മക്കൾക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കട്ടെ. അല്പം കൺമഷിയെടുത്ത് ഇരുവരുടെയും ചെവിക്ക് പിന്നിലേക്ക് തേച്ചു സുമേ, ബാലമോളുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചെക്കനെ നീ നോക്കി വെച്ചോ. ലക്ഷ്മിയും പ്രായമായി ഇരിക്കുകയാണ്. ജയ അത് കളിയായി പറയുമ്പോൾ ലക്ഷ്മിക്ക് അത് കേട്ടപ്പോൾ സങ്കടമാണ് തോന്നിയത്. എല്ലാ പേരും ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വീട്ടുമുറ്റത്ത് കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഹരി പുറത്തേക്ക് ഇറങ്ങി. തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു കാറും. ഹരിയെ കണ്ടപ്പോൾ ബാല ഉൾപ്പെടെയുള്ളവർ അവനെ നോക്കി ചിരിച്ചു. വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ബാലയെ കണ്ണിമ ചിമ്മ മറന്ന് ഹരി നോക്കി നിന്നു. ഒരിക്കൽ അവളോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ ചെറിയ നഷ്ടബോധം മനസ്സിൽ തോന്നിയ
അടുത്ത നിമിഷം തന്നെ അവൻ്റെ മുന്നിൽ ആദിയുടെ മുഖം തെളിഞ്ഞു. ഈ ഭൂമിയിൽ ബാലയെ ഏറ്റവും അധികം സ്നേഹിക്കാൻ യോഗ്യൻ ആദി തന്നെയാണ്. ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ നോട്ടം അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയിലേക്ക് നീണ്ടു. എല്ലാവരും ഒരുങ്ങിയെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാം. നമുക്ക് എല്ലാവർക്കും കൂടി പോകുന്നതിനാണ് 2 കാറ്. ആദിയും അമ്മയും ഇപ്പോൾ അമ്പലത്തിലെത്തിക്കാണും. വീടും പൂട്ടി എല്ലാവരും ഇറങ്ങി. ഹരിയും ഉണ്ണിക്കുട്ടനും മുൻസീറ്റിലും ബാലയും ലക്ഷ്മിയും പിന്നിലായി കയറി. തൊട്ട് പിന്നാലെ വന്ന കാറിൽ സുമയും കമലവും ലക്ഷ്മിയും. 2 കാറും ഒരുമിച്ച് അമ്പലത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ആദിയുടെ കാറും അവിടെയുണ്ട്. പ്രസിഡൻറ്റും ഭാര്യയും കൂടി അവരുടെ ബൈക്കിലാണ് വന്നത്. പ്രസിഡൻ്റാണ് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കിയത്. ദീപാരാധന കഴിഞ്ഞപ്പോൾ തന്നെ താലി കെട്ടുന്നതിനായി ആദി അമ്പലത്തിനോട് ചേർന്നുള്ള ചെറിയ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. ബാല സുമയുടെയും മംഗലത്തമ്മയുടെയും ജയയുടെയും കമലത്തിൻ്റെയും അനുഗ്രഹം വാങ്ങി മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്തായി ഹരിയും പ്രസിഡന്റ് നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. ആദ്യം അവൾ പ്രസിഡന്റിൻ്റെ കാൽ തൊട്ട് കണ്ണിൽ വെച്ചു. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എന്നും നല്ലത് മാത്രമേ പ്രസിഡന്റ് ചെയ്തു തന്നിട്ടുള്ളൂ. ഇനിയുള്ള എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എന്നെ അനുഗ്രഹിക്കണം. തൊട്ടടുത്ത് നിൽക്കുന്ന ഹരിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ബാല ഹരിയുടെ കാൽക്കൽ വീണു. ആ പാദം തൊട്ട് കണ്ണിൽ വച്ചു. ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനമാണ് എൻ്റെ മനസ്സിൽ സാറിനുള്ളത്. എന്നെ അനുഗ്രഹിക്കണം. സത്യത്തിൽ ഹരിക്ക് കുറ്റബോധവും സന്തോഷവും തോന്നി. സന്തോഷത്തോടെ ഇരിക്കണം. എന്നും കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാകും. എന്താവശ്യത്തിനും ഒരു വെളിപ്പാടകലെ. ഹരി തന്നെയാണ് അവളെ മണ്ഡപത്തിനകത്തേക്ക് പിടിച്ചു കയറ്റി ആദിയുടെ അടുത്തിരുത്തിയത്. തിരുമേനി പൂജിച്ച താലി സുമയെ ഏൽപ്പിക്കുമ്പോൾ അവരത് വാങ്ങി ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. നിറഞ്ഞ മനസ്സോടുകൂടി ഹരി ആ താലി വാങ്ങി ആദിയെ ഏൽപ്പിച്ചു. എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ആദി താലി ബാലയുടെ കഴുത്തിലേക്ക് ചാർത്തി. കൂടെ നിന്നവരെല്ലാം അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു. സുമയുടെ മനസ്സ് നിറഞ്ഞ് 2 തുള്ളി കണ്ണുനീർ കവിളിലേക്ക് വീണപ്പോൾ കമലത്തിൻ്റെയും മംഗലത്തമ്മയുടെയും ജയയുടെയും ഒക്കെ അവസ്ഥയും അതുതന്നെയായിരുന്നു. തിരുമേനി നൽകിയ ഒരു നുള്ളു കുങ്കുമം അവളുടെ സീമന്തരേഖയിൽ കൂടി ചുവപ്പിച്ചു. കന്യാദാനം നടത്തിയത് പ്രസിഡൻ്റായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും മാത്രമായിരുന്നു ചടങ്ങുകളെല്ലാം ക്യാമറയിൽ പകർത്തിയത്. അമ്പലത്തിലെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഊട്ടുപുരയിൽ ചെറിയ സദ്യ ഒരുക്കിയിരുന്നു. എല്ലാവരും അത് കഴിക്കാനായി അങ്ങോട്ടേക്ക് പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമ്പലത്തിലും പരിസരത്തുമായി അല്പം ഫോട്ടോഷൂട്ട്. ഈ സമയത്തൊക്കെ മോനൂട്ടൻ ലക്ഷ്മിയുടെ കയ്യിലായിരുന്നു. എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാം, അതല്ലേ നല്ലത്? മംഗലത്തമ്മ എല്ലാവരോടും കൂടി ചോദിക്കുമ്പോൾ എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. കൃത്യസമയത്ത് തന്നെ പെണ്ണിനെയും കൊണ്ട് എല്ലാ പേരും കൂടി മംഗലത്തേക്ക് യാത്രയായി. വീട് തുറന്ന് ആദ്യം കമലവും ജയയുമാണ് അകത്തേക്ക് കയറിയത്. പെണ്ണിനെ ഒഴിയുന്നതിനുള്ള ആരതിയും നിലവിളക്കുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന മംഗലത്തമ്മയെ ഏൽപ്പിച്ചു. മംഗലത്തമ്മ നിലവിളക്ക് ബാലയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവൾ വലതുകാൽ വെച്ച് നിലവിളക്ക് വാങ്ങി അകത്തേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ മോനൂട്ടനെ കയ്യിലേക്ക് വാങ്ങി. ഇത്രയും നേരം അവനെ എടുക്കാത്തതിൻ്റെ പരിഭവവും പിണക്കവും എല്ലാം ചെറുക്കൻ അവളോട് കാണിച്ചു. മംഗലത്തമ്മ 2 പേരെയും സോഫയിലിരുത്തി പാലും പഴവും നൽകി. എല്ലാവരും റെസ്റ്റ് എടുക്കുന്നതിനായി അങ്ങോട്ടും ഇങ്ങോട്ടും ചടഞ്ഞുകൂടി. മോള് പോയി ഈ വേഷമൊക്കെ മാറ്റി മറ്റെന്തെങ്കിലും എടുത്തണിയ്. ഇതെല്ലാം കൂടി കാണുമ്പോൾ എനിക്ക് തന്നെ ചൂടെടുക്കുന്നു. മംഗലത്തമ്മ പറയുമ്പോൾ ലക്ഷ്മി കൂടി ചെന്ന് ബാലമോളെ സഹായിച്ചു കൊടുക്ക്, ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാൻ. ബാല താഴെയുള്ള തൻ്റെ മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മംഗലത്തമ്മ അവളെ തടഞ്ഞു. ഇനി അതല്ല നിൻ്റെ മുറി. മുകളിലുള്ള ആദിയുടെ റൂമിലേക്ക് നിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി. എല്ലാവരും കൂടി അത് കേട്ട് ചിരിക്കുമ്പോൾ ബാലയുടെ മുഖം ചുവന്നുപോയി. അവൾ വേഗം ലക്ഷ്മിയുടെ കയ്യും പിടിച്ച് മുകളിലത്തെ റൂമിലേക്ക് പോയി. ആദിയുടെ മുറിയിലെ കർട്ടനും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റിയിട്ടുണ്ട് വിവാഹം പ്രമാണിച്ച്. അവൾ അകത്തേക്ക് കയറി അലമാരയുടെ മുന്നിൽ ചെന്ന് നിന്നു. ലക്ഷ്മി വച്ചുകെട്ടലുകളും ഓർണമെൻറ്റ്സും ഒക്കെ അഴിച്ചു മാറ്റിക്കൊടുത്തു. അതെല്ലാം എടുത്ത് ഭദ്രമായി അലമാരയിലേക്ക് വെച്ച് ബാല കുളിക്കാൻ കയറുന്നതിന് മുൻപ് തന്നെ ലക്ഷ്മി താഴേക്കിറങ്ങിപ്പോയി. ലക്ഷ്മി താഴേക്കിറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ആദി മുറിയിലേക്ക് വന്ന് ഡോർ ലോക്കാക്കി. അപ്പോഴേക്കും കുളിമുറിയിൽ നിന്നും ബാല പുറത്തേക്കിറങ്ങി വന്നു. ചുവന്ന നിറത്തിലുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം. നെറ്റിയിലെ സിന്ദൂരത്തിലും കഴുത്തിലെ താലിയിലും വല്ലാത്തൊരു ചന്തം തോന്നി ആദിക്ക്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന പെണ്ണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് മറിഞ്ഞു. ബാല അവനെ തള്ളി മാറ്റി എഴുന്നേറ്റിരുന്ന് കണ്ണുരുട്ടി.
ഇനി ഇങ്ങനെ നോക്കി പേടിപ്പിക്കാനൊന്നും ഞാൻ അടങ്ങിയിരിക്കില്ല പെണ്ണേ. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനുള്ള ലൈസൻസായി. അവളുടെ കഴുത്തിലെ താലി പുറത്തേക്ക് എടുത്തിട്ടുകൊണ്ട് ആദി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ചുവേട്ടൻ സത്യം പറയുമോ? അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ആദി നെറ്റിച്ചുളിച്ചു. എൻ്റെ വിവാഹമാണെന്നറിഞ്ഞാൽ എവിടെ നിന്നായാലും അയാൾ ഇന്നിവിടെ എത്തുമായിരുന്നു. പക്ഷേ ഇന്ന് അയാൾ ഇവിടെ എത്തിയില്ല എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ആദിയേട്ടൻ അയാളെ എന്ത് ചെയ്തു? പെണ്ണിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആദിയുടെ മുഖം മാറി. ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കറിയാം ആദിയേട്ടാ, ഞാൻ ആദിയേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമെന്നുമല്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ കാണാതായത് ശ്രീധരനാണെങ്കിൽ അത് ചെയ്യിച്ചത് ആദിയേട്ടനാണ്. എന്തായാലും അയാൾ ഇനി നമ്മുടെ ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരരുത്. എനിക്കത്രയേ ഉള്ളൂ. എന്നെ കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മി, അയാൾ അങ്ങനെ ചിന്തിക്കും. ആ നീചൻ ഇനി വേണ്ട ആദിയേട്ടാ. പറയുമ്പോൾ അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.